ഹലോ ഫ്രണ്ട്സ്, നമ്മളെ വീഡിയോയിലോട്ട് സാധട്ടോ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് അമ്മ ബിരിയാണി സെൻറ്ററിലോട്ടാണ്. അടിപൊളി ബിരിയാണിയും നല്ല കോഴിമുട്ട പുഴുങ്ങിയതും പിന്നെ നല്ല കോഴി പൊരിച്ചതെല്ലാം കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ട് കേട്ടോ. അപ്പോൾ ഈ സ്പോട്ടിൻ്റെ വിശേഷത്തിലേക്ക് നമുക്ക് കടക്കാം. 52 വർഷമായി ഇവിടെ മാത്രം അച്ഛനും അമ്മയും തുടങ്ങി വെച്ചതാണ്. പിന്നെ അത് ഒരു അച്ഛൻ മരിച്ചു, അത് കഴിഞ്ഞിട്ട് മക്കളായിട്ട് ഓരോരുത്തരും മാറി മാറി വന്നു. ഇപ്പം ഞാൻ ഒരു 33 വർഷത്തിൽ പുറത്തായി ബിരിയാണി. അതിപ്പോൾ അങ്ങനെ ദൈവാനുഗ്രഹം കൊണ്ട് കുഴപ്പമില്ലാണ്ട് പോകണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു, ചിലർക്ക് ഓരോരുത്തർക്കും ഓരോതല്ലേ. ഫുഡ് ഒരു ബിരിയാണി 120, എക്സ്ട്രാ റൈസ് വാങ്ങിയാൽ 10 രൂപ അധികം. എക്സ്ട്രാ റൈസിന് 10 രൂപ. പിന്നെ കാലത്ത് ഇഡ്ഡലി, ദോശ, അതിന് ബീഫിന്റെ ഗ്രേവി കൊടുക്കും, ചട്നി, അങ്ങനെ പോകും. എന്താണ് മറ്റേ അമ്മ എന്നുള്ള പേര്? അമ്മ എന്നുള്ള പേരിടാൻ കാരണം സത്യം പറഞ്ഞാൽ അമ്മ ജീവിച്ചിരിക്കുമ്പോഴാണ് ആ പേരിട്ടത്. അപ്പം അമ്മ മരിച്ചിട്ട് ഒരു 3 വർഷമായി. അപ്പോൾ പക്ഷേ എന്താണെന്ന് വെച്ചാൽ അന്ന് അമ്മ ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു പേര് എന്താ വേണ്ടത്, ലൈസൻസിൻ്റെ പേരെന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് അമ്മ എന്ന് പറഞ്ഞു. ആ പേര് ഇതിപ്പോൾ എന്തോ ആര് വിളിക്കുന്നു അറിയപ്പെടുന്ന ഒരു പേരായി. നമ്മുടെ ഈ ലൊക്കേഷൻ എവിടെയാണ്? ഇത് ഒറ്റപ്പാലത്ത് നിന്ന് പാലക്കാട് പോകുന്ന വഴിക്ക് ലക്കിടി കുട്ടുപാത വഴി. സമയം 11:30 ശേഷം സ്റ്റാർട്ട് ചെയ്യലാണ്. ചിലപ്പോൾ 10 മിനിറ്റ് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറാം. എത്ര മണി വരെ? അത് നമ്മളൊരു 3 മണി, 3:30, 4 മണി ഒക്കെ കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ ഉണ്ടാവും, ചില ദിവസങ്ങളിൽ 4 മണിയാകുമ്പോഴേക്കും കഴിയും. അടിപൊളി ഫുഡാണ്. ഞങ്ങൾ മിക്കപ്പോഴും ഇവിടെ വന്നിട്ട് കഴിക്കാറ്. ഇന്റർവെല്ലിനൊക്കെ നല്ല ഫുഡാണ്. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടുന്ന് കഴിക്കണതാണ്. തുടങ്ങിയ കാലം മുതൽ തന്നെ ഞങ്ങൾ അമ്മ ബിരിയാണി എന്നാ പറയാം. ബിരിയാണി മാത്രമായിട്ടല്ല പറയുക, അമ്മ ബിരിയാണി കഴിക്കാന്നാണ് ഞങ്ങൾ പറയുന്നത്. അങ്ങനെ ഒരു ഫാമിലി ഫുഡാണ്, വീട്ടിലുണ്ടാക്കുന്ന ഫുഡായിട്ട് കഴിക്കണം. നല്ല അഭിപ്രായമാണ്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഈ ഓർഡർ ചെയ്ത് ഇത് തന്നെ കൊടുത്തത്. ഫുഡ് വളരെ നല്ല ഫുഡാണ്. ഇതിന്റെ അമ്മ തുടങ്ങി വെച്ചിട്ടുള്ള ഇതാണ്. അമ്മയുടെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഈ അമ്മ ബിരിയാണി എന്ന് പറഞ്ഞ സ്ഥാപനം തന്നെ തുടങ്ങിയിട്ടുള്ളത്. ഇവിടുന്ന് ഇപ്പോൾ ഈ ചുറ്റുവട്ടത്തുള്ള മുഴുവൻ ആളുകളും അമ്മ ബിരിയാണിക്ക് ഓർഡറുകൾ കൊടുക്കുന്നതിന്റെ കാരണം തന്നെ അതൊരു വീട്ടിൽ നിന്നുണ്ടാക്കുന്ന ഒരു ഭക്ഷണം എന്ന നിലയ്ക്കാണ്. ബിരിയാണിക്ക് അടിപൊളിയാണ്, സൂപ്പറാണ്. വളരെ നല്ല രീതിയിലുള്ള ടേസ്റ്റ് ഫുഡാണ്. വീട്ടിൽ വെക്കുന്ന പോലെയുള്ള ഫുഡാണ്. വീട്ടിൽ വെക്കുന്നതാണ്. രാത്രിയില്ല, പകലില്ല. അത് അധ്വാനശീലനാണ്. വളരെ നല്ല രീതിയിൽ ആളുകളുടെ ഇടപെടലും അതിനനുസരിച്ച് കൊണ്ടുള്ള ജനങ്ങളോടുള്ള കൃത്യമായിട്ടുള്ള ഇടപെടൽ, അതാണ് ഇതിൻ്റെ ഒരു ആളുകൾക്ക് ഇവരുടെയുള്ള ഒരു ആകർഷണ കേന്ദ്രം എന്ന് പറയുന്നത്. ഇതാണ് ഫുഡിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസ് ഇല്ല. നല്ല രീതിയിലുള്ള ഫുഡാണ്. ഞാനിവിടെ സ്ഥിരമായിട്ടുള്ളൊരു ഇതാണ്. സ്ഥിരമായിട്ട് ഞാൻ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. ഞാൻ ഇവിടുന്നാണ് അമ്മ ബിരിയാണി വാങ്ങൽ. നമ്മുടെ പേരക്കുട്ടിക്ക് ഇവിടുന്ന് വാങ്ങിയാലാണ് വലിയ ഇഷ്ടമാണ്. അപ്പം ഞാനിത് കുറേ ബിരിയാണി ഇവിടുന്ന് വാങ്ങുള്ളൂ. ബിരിയാണി നന്നായിട്ടുണ്ട്. ബിരിയാണി കൂടാണ്ട് ഇവിടെ ചിക്കൻ 65ഉം ബീഫ് ഫ്രൈയും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ട്രൈ ചെയ്യണമെങ്കിൽ അതും ട്രൈ ചെയ്യാം. നമ്മളെത്തിയത് ഏകദേശം 1 മണിയായിരുന്നു. അപ്പോഴേക്കും നല്ല തിരക്കായിരുന്നു. അപ്പോൾ നമ്മളൊരു ഫുൾ ബിരിയാണി തന്നെ പറയാമെന്ന് വിചാരിച്ചു. അത് 120 രൂപയാണ് ഒരു ഫുൾ ബിരിയാണിക്ക് വരുന്നത്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ പാർസൽ മേടിക്കുകയാണെങ്കിൽ 130 രൂപയാവും. നിങ്ങൾക്ക് ഇനി 120 രൂപേൻ്റെ ബിരിയാണി വാങ്ങിയിട്ട് റൈസ് തേങ്ങില്ല എന്നുണ്ടെങ്കിൽ 10 രൂപ കൊടുത്ത് അഡീഷണൽ റൈസ് അവർ തരും കേട്ടോ. ബിരിയാണിയുടെ ഒപ്പം നല്ല മസാല ഉണ്ടായിരുന്നു. പിന്നെ 2 വലിയ പീസും ഉണ്ടായിരുന്നു കേട്ടോ പൊരിച്ചത്. പിന്നെ ഒരു ബോയിൽഡ് എഗ്ഗും ഉണ്ടായിരുന്നു. കോഴിമുട്ടയൊക്കെ കൊടുക്കുന്ന ബിരിയാണി ഇക്കാലത്ത് ഉണ്ടോയെന്ന് എനിക്ക് ഡൗട്ടാണ് കേട്ടോ. ആ ബിരിയാണിയുടെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും വേറെ ലെവലായിരുന്നു കേട്ടോ. എനിക്ക് ആ പീസ് പൊരിച്ചതൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. അതിന് മുകളിൽ അവരൊരു പൊടിയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു, അതും സൂപ്പറായിരുന്നു കേട്ടോ. ഞാൻ ആ പീസും ബിരിയാണിയൊക്കെ കൂടി ഒന്ന് കഴിച്ചു നോക്കി. അന്യായ ടേസ്റ്റായിരുന്നു കേട്ടോ. പീസിൻ്റെ ഒക്കെ ടേസ്റ്റ് പൊരിച്ച പീസിൻ്റെ വേറെ ലെവലായിരുന്നു കേട്ടോ. നിങ്ങൾ ഒറ്റപ്പാലത്ത് നിന്ന് പാലക്കാടൊക്കെ പോവുകയാണെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ് കേട്ടോ ഇത്. നമ്മുടെ ഈ ലൊക്കേഷൻ വരുന്നത് ലക്കിടി കൂട്ടുപാതയിലാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഒറ്റപ്പാലത്ത് നിന്ന് പാലക്കാടോ അല്ലെങ്കിൽ പാലക്കാട് നിന്ന് ഒറ്റപ്പാലമൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വിശന്ന് ഇരിക്കുകയാണെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ. അത് നിങ്ങളൊരു ബിരിയാണി ലവർ ആണെങ്കിൽ എന്തായാലും ഈ സ്ഥലം ഒന്നും മിസ് ചെയ്യല്ലേ. വേറെ ലെവൽ സ്പോട്ടാണ്. ഇവരെ എല്ലാ ദിവസവും ഓപ്പണുമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ദിവസം വേണമെങ്കിലും അവിടെ പോയി നോക്കാം. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി ഫുഡ് സ്പോട്ടിനായിട്ടും ഫുഡ് റിലേറ്റഡ് വീഡിയോസിനായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നമ്മൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് ഷെയറും ചെയ്യണേ.